നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കുറച്ച് ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബുദാബി കിങ്ഡം ത്രൂ ഇറാന് ലെറ്റർ കൊടുത്തു. അത് വാർണിംഗ് ലെറ്റർ ആയിരുന്നു. സംസാരിക്കാം, കോൺവെർസേഷൻ നടത്താൻ, നെഗോഷിയേറ്റ് ചെയ്യുക. അമേരിക്കയ്ക്ക് താല്പര്യമില്ല വാറിലോട്ട് പോകാൻ. അപ്പൊ ആദ്യം ഇനിഷ്യൽ റിപ്പോർട്ട്സിൽ ഇറാനിൽ നിന്നും അയത്തുള്ള ഖമൈനി, ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ അത് അറിയാൻ സാധിച്ച 2 ദിവസം മുമ്പ് അവർ ഒമാൻ ത്രൂ അമേരിക്കയ്ക്ക് റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈയുടെ ഭാഗമായിട്ട് അലി ഖമൈനി, അവിടുത്തെ സുപ്രീം ലീഡർ, ഷിയ ലീഡർ, അദ്ദേഹത്തിൻ്റെ ചീഫ് അഡ്വൈസറിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഇവർ എക്സ്പെരിമെന്റ് നടത്തില്ല, ട്രയൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവരിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അൺസർട്ടനിറ്റിയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, അലി ഖമൈനിയുടെ അഡ്വൈസർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അമേരിക്കയുടെ ഭീഷണി കയറിയേറ്റു. എന്താ അവർ പറയുന്നത്? അതിൻ്റെ റിപ്പോർട്ട്സിൽ പറയുന്ന, സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഇറാനിയൻ ലീഡർ അലി ഖമൈനി അതിനകത്ത് ഷിയ ഇസ്ലാമിക തീരുമാനത്തിന്റെ എതിരാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക, അതുകൊണ്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. ഒന്ന്, അതായത് പേടിച്ചു. രണ്ടാമത്, ഞങ്ങളെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കും. അതായത് കേരളത്തിലെ സുഡാപ്പികളൊക്കെ പറഞ്ഞില്ലയോ, നേരെ തിരിച്ചാണ് അവർ പറയുന്നത്. കാര്യം എന്താ? ഇവർക്ക് മനസ്സിലായി അമേരിക്ക ആക്രമിക്കും. കാരണം അമേരിക്കൻ ബോംബർ ഡിയാഗോ ഗ്രാഷ്യോ, അവിടെ വലിയ വലിയ ഹ്യൂജായിട്ട് അമേരിക്കൻ ബോംബേഴ്സ്, വളരെ 4000-5000 കിലോമീറ്റർ ദൂരെ പോയി ബോംബ് ചെയ്യാൻ കഴിവുള്ള, നിങ്ങൾക്കറിയാം B-52 ഈ ബോംബേഴ്സൊക്കെ അവിടെ പാർക്ക് ചെയ്ത സംഭവം, അവിടെ ആങ്കർ ചെയ്ത സംഭവം സാറ്റലൈറ്റ് ഇമേജ് പോലും മറ്റുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു താക്കീതുണ്ട്. നിങ്ങൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എയർഫോഴ്സ് വണ്ണിനകത്ത് പറയുന്നത്, ഇറാന്റെ ചരിത്രത്തിൽ ഇറാൻകാർ കാണാത്ത രീതിയിലുള്ള ബോംബിംഗ് ആയിരിക്കും ഞങ്ങൾ ഇറാനിൽ നടത്തുന്നത്. ഇതെല്ലാം കൂടെ ഇറാനി കയറി അങ്ങ് പേടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്ന്, ഞങ്ങളുടെ കയ്യിൽ ബോംബില്ല, ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബില്ല, ഞങ്ങൾക്കത് ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല, പക്ഷെ അമേരിക്ക ഞങ്ങളെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ബോംബുണ്ടാക്കും. ഇതാണ് തമാശകരമായ ഈ തീവ്രവാദി പൊട്ടൻ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ബോംബില്ല, ഒന്ന്, ഞങ്ങളെ ആക്രമിക്കുവാണെങ്കിൽ ബോംബുണ്ടാക്കും. ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ ബോംബുണ്ടാക്കുന്നത്? ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലയോ? അവിടെ ആക്രമിക്കുന്ന അവരെ ലാബും പരിപാടി അതിനെ അടിച്ചങ്ങ് ഊരക്കളയുവാണ്. പിന്നെ ഇവരെവിടെ കൊണ്ടിട്ട് ഈ ബോംബ് ഉണ്ടാക്കുന്നത്? ഈ സാധനം ഇവർ എൻറിച്ച് യുറേനിയം, വലിയ ലാബും വലിയ പ്രോസസ്സും പരിപാടികൾ, അത് അടിച്ചൊക്കെ ദൂരക്കളായി, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അടിച്ചു ദൂരക്കളായി. പിന്നെ ഇവനെങ്ങനെയാണ് ഇത് ബോംബ് ഉണ്ടാക്കുന്നത്? ഇതാണ് ഇതിനകത്തെ രസകരമായ ക്വസ്റ്റ്യൻ. പിന്നെ മറ്റൊന്ന്, അമേരിക്ക ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല. കാരണം അമേരിക്കൻ ഇൻ്റലിജൻസ്, ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവർക്കുണ്ട്, ഇവർ ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ന്യൂക്ലിയർ വെപ്പൺസ്. പക്ഷെ അത് ക്യാരി ചെയ്യാനുള്ള എയർക്രാഫ്റ്റോ അതേപോലെ മിസൈൽസ് ഇവരുടെ കയ്യിലില്ല. ഇതാണ് ഇതിൻ്റെ അകത്ത് അവർ പറയുന്നൊരു സംഭവം. കാരണം ഇത് ക്യാരി ചെയ്യണം, ഇത് ക്യാരി ചെയ്യാൻ പ്രത്യേക എയർക്രാഫ്റ്റ് വേണം, അത് ഇവരുടെ കയ്യിലില്ല. ഇവരുദ്ദേശിക്കുന്ന ഇവരുടെ ലോങ് റേഞ്ച്, അതായത് 2000-3000 കിലോമീറ്റർ പോകുന്ന ഷഹീദ് എന്ന് പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ, അതിനകത്തും ഇത് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഇതങ്ങോട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പുല്ല് അവിടെ നിന്ന് പൊട്ടി എന്ത് ചെയ്യും? കാരണം ആ ഒരു ടെക്നോളജി ഇവൻ്റെ ആയിട്ടില്ല. സാധനം ഉണ്ടാക്കി, പക്ഷെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടിടാനുള്ള സാധനം, ഇതാണ് ഈ പറയുന്നത്. ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുകയല്ല പ്രാധാന്യം, അതിനൊരു കമാൻഡ് സെൻറ്റർ ഉണ്ട്. ആ കമാൻഡ് സെൻറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കാരണം ബ്രിട്ടന് പോലും പ്രോപ്പറായിട്ട് അമേരിക്ക ചെയ്ത് കൊടുക്കുന്നത്. പിന്നീടുള്ള ഫ്രാൻസിന്, അത് ഫ്രാൻസ് സ്വന്തമായിട്ട് ചെയ്യുക. പാകിസ്ഥാൻ്റെ ആണെങ്കിൽ ഈ കമാൻഡ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്, പക്ഷെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇത് സാധനം ഉണ്ടാക്കി, പക്ഷെ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് ഇവിടെ കൊണ്ട് ഫയർ ചെയ്യും, അതിനെപ്പറ്റി ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല.
ഇതാണ് ഈ പൊട്ടൻ ഈ പെരുമാർക്ക് ഈ തീവ്രവാദ മനസ്സുള്ളവൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഏകദേശം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇത് ഇറാനെ അമേരിക്ക തീർക്കും. അമേരിക്കയുടെ ശപഥമാണ്. കാരണം ഇസ്രായേലിന് വേണ്ടിയും സൗദി അറേബ്യയ്ക്ക് വേണ്ടിയും UAEക്ക് വേണ്ടിയും അമേരിക്ക ചെയ്യുന്ന ഒരു കോമ്പൻസേഷനാണ് ഈ സംഭവം. കാരണം അല്ലെങ്കിൽ ആ റീജിയൻ്റെ അകത്ത് മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഇറാൻ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. കാരണം ഇവരാണ് ഈ മിലിഷ്യ ഗ്രൂപ്പിനെ മുഴുവനും വളർത്തുന്നത്. ഈ ഹൂത്തികളെ കൊണ്ട് സൗദിക്കും UAEക്കും പ്രശ്നമുണ്ടായി, സൂയസ് കനാലിൽ ഈജിപ്തിന് പ്രശ്നമുണ്ടായി, ഇവർക്കൊക്കെ പ്രശ്നമുണ്ടായി. ഹിസ്ബുള്ള പ്രശ്നമാണ്, മറ്റുള്ള കാരണം മിലിഷ്യയ്ക്ക് വേണ്ടിയാണ് ഹ്യൂജ് സ്പെൻഡിങ് ആണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് ഇപ്പം പല ഇത് പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ ഉണ്ട്. ഇപ്പം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പറയുവാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ റൂളേഴ്സ് തീർന്നു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ജനാധിപത്യ സെക്കുലർ രീതിയിലുള്ള കാര്യങ്ങൾ പോകും. കാരണം അവിടെ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം ശരിക്കും കൂടി. ഈ അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓതോറിറ്റേറിയൻ ഭരണത്തിനെതിരെയാണ്. അപ്പം നല്ല കുറച്ച് ബോംബുകളും സംഭവങ്ങളും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനും അവരുടെ മറ്റുള്ള മിലിറ്ററി കേപ്പബിലിറ്റിയിലൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഈ ഭരണം 0 ആയിട്ടങ്ങ് മാറും. പിന്നെ അവിടെ ജനകീയ ഭരണം ഉണ്ടാകുമെന്നുള്ളതാണ് പല എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഒക്കെ പറയും. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് അമേരിക്ക ഈ ഒരു ചാൻസ് തള്ളിക്കളയത്തില്ല. കാരണം ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ഗ്ലോബൽ ഒരു വേൾഡ് ഓർഡർ ഉണ്ട്, അതിൻ്റെ ഭാഗം ഈ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം തള്ളിക്കളയത്തില്ല. കാരണം ഇറാൻ അവരുടെ ഡിഫൻസിന് വേണ്ടി കൊണ്ടുവന്ന ഫ്രണ്ട് ലൈൻ, അതായത് ഒന്ന് ഹിസ്ബുള്ള, പിന്നെ മറ്റ് പല ഹമാസ്, മറ്റ് പല മിലിഷ്യ ഓർഗനൈസേഷൻ്റെ വെടിയങ്ങ് തീർന്നു. ഇൻക്ലൂഡിങ് ഹൂത്തി പോലും ഒരു സൈഡിലായി കിടക്കുക. റഷ്യ പൂർണ്ണമായിട്ട് ഉക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണ്. ചൈനയാണെങ്കിൽ എവിടെയും തൊടാതെ അവരവരുടെ കാര്യം നോക്കുക. അപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങ് തീർത്തു കൊടുക്കുകയാണെങ്കിൽ ഇറാനിലെ ഷിയ ഭരണകൂടം അങ്ങ് പോകും. അതേപോലെ അവിടെ ജനാധിപത്യ രീതിയിലുള്ള ജനങ്ങളുടെ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീട് ആ രാജ്യം ഈ പറയുന്നൊരു ഇസ്രായേലുമായിട്ടും അമേരിക്കയായിട്ടും മറ്റുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യവുമായിട്ട് ബന്ധത്തിൽ വരികയും ലോകത്തിൽ ഷിയ എന്ന് പറയുന്ന മുസ്ലിംക്കൊരു രാജ്യം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അപ്പം അത് ആ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ട്രംപ് അത് ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു അസംഷൻ. കാരണം അത് ഇസ്രായേലിനും ആവശ്യമാണ്, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. അപ്പം അതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ ഈ പറയുന്ന ടെററിസം എന്ന് പറയുന്ന സംഭവം ഇല്ലാതാകും. ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഇതാണ് അമേരിക്കൻ ട്രംപിൻ്റെ ഒരു ഇൻട്രസ്റ്റും താല്പര്യം. ഇതിനനുസരിച്ച് പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് വാറിൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് 100% അവിടെ വാർ നടക്കും. ഇറാനെ അടിക്കും, ഇറാനെ തല്ലി തകർത്ത് നാശമാക്കി കൊടുക്കും. ഈ അലി ഖമേനി അയാളുടെ പാലസ് തന്നെ ബോംബിട്ട് തകർക്കും. ഇതോടുകൂടി ഏകദേശം ഇറാൻ്റെ ഷിയ എന്ന് പറഞ്ഞ സാധനം എന്നേക്കോ തീരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഭയന്നിട്ടാണ് അലി ഖമേനി അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങളുടെ ബോംബില്ല, കാരണം അത് ഫത്വ മുസ്ലിംസിൻ്റെ എതിരാണ്, അതൊക്കെ പറയാനുള്ള കാരണം ഭയന്നിട്ടാണ്. കാരണം അമേരിക്ക ഇവൻ്റെ തൊലച്ച് നാശമാക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.